ഗൈസ് ഹായ്, ഞാൻ ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചു. ഒരു 35 അതിലധികം വർഷം പിന്നിലേക്കൊന്ന് പോകണമെന്നൊരു തോന്നൽ. ഇപ്പോൾ ഇവിടെ കോട്ടയം ജില്ലയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ലൈറ്റിൻ്റെ ഒരു കുറവ്. അത് നിങ്ങൾ ഓർക്കുക. ഇപ്പോൾ ഇതിടാനുള്ള കാരണം മാങ്ങ ആണ് കാണുന്നത്. ലൈറ്റിൻ്റെ കുറവ് കൊണ്ടാണത് ക്ലിയറാവാത്തത്. ഈ മാവിൻ്റെ ചരിത്രം പറഞ്ഞാൽ, ഞങ്ങളിവിടെ താമസിക്കാൻ വരുമ്പോൾ ഇതൊരു ഒന്നുമില്ലാത്ത ഒരു ഭൂമിയായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യയുടെ അച്ഛൻ ഇടുക്കി ജില്ലക്കാരനായ ഒരു കർഷകനാണ്, ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം ഞങ്ങളുടെ ഈ സ്ഥലത്ത് ഒന്നുമില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വെച്ച് പിടിപ്പിച്ച ഒരു മാവാണ്. ആ മാവിൽ നിന്ന് മാങ്ങ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ മാവിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, മാവിൻ്റെ പ്രത്യേകത ആണോ അത് ഈ സ്ഥലത്തിൻ്റെ കുഴപ്പമാണോ? മാങ്ങ നന്നായിട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ അത് പഴുക്കുന്നതിന് മുമ്പ് അതിന് കേടുവരും. അപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ആ മാങ്ങയാണ് ഞങ്ങളിവിടെ പറിച്ചു വെക്കുന്നത്. ഈ സമയത്ത് കേടില്ല, പഴുത്ത് കഴിഞ്ഞാലാണ് കേടാവുക. നല്ല മാങ്ങയാണ്, നല്ല മാംസളമായ ഭാഗം നന്നായിട്ടുണ്ട്. ഇതിൻ്റെ പേര് എനിക്ക് അത്ര വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ. ഹലോ ഗൈസ്, ഈ ഉള്ളി ഇവിടെ ഒരുക്കുന്നത് എൻ്റെ ബാല്യകാല സുഹൃത്ത് പ്രസാദാണ്. ബാല്യകാല സുഹൃത്തെന്ന് പറയുമ്പോൾ ഇപ്പം അങ്ങനെ അല്ല എന്നല്ല, ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഏതാണ്ടൊരു 45 വർഷമായിട്ടുള്ള എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ഇവിടെ ഉള്ളി ഒരുക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ഞങ്ങൾക്ക് ഉപ്പുമാങ്ങ കഴിക്കാൻ വേണ്ടി. നമ്മൾ സാധാരണ ഉപ്പുമാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ചാറിടുന്നതല്ലേ, ഇതങ്ങനല്ല. ഞങ്ങൾ പച്ചമാങ്ങ മാവിൽ നിന്ന് പറിച്ച് മാങ്ങായും ഉള്ളി, ചെറിയ ഉള്ളി ഉപ്പും പിന്നെ അല്പം മുളക് പൊടിയും ചേർത്ത് കഴിക്കുന്ന ഇത് കഴിച്ച് നോക്കണം. എന്താ ടേസ്റ്റ്! അപ്പോൾ ഈ ഉള്ളി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രസാദ്. ഗൈസ്, നമ്മുടെ പ്രസാദ് മാങ്ങ ഏതാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കേട്ടോ. മാങ്ങ കട്ട് ചെയ്തത് ഏതാണ്ടൊരു വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? പിന്നെ ചെറിയ ഉള്ളി, മുളക് പൊടി, ഉപ്പ്. ഇത് ഞങ്ങളത് കഴിക്കാൻ പോവാണ്. പ്രസാദേ, ഒരു മാങ്ങ എടുത്തുനിന്ന് കഴിച്ചേ. എങ്ങനെയുണ്ട് പ്രസാദേ? സൂപ്പർ. പൊളിയല്ലേ? അതായത് ഈ മാങ്ങ കഴിക്കേണ്ടത് ഉള്ളി, മുളക്, ഉപ്പും ഇത് 4 കൂടെ ചേർത്താണ്. അപ്പോൾ ഉപ്പും മുളക് ഇതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉള്ളി മാങ്ങ കൂടെ ചേർത്ത് അങ്ങോട്ട് വെച്ചിട്ട് വായിലേക്ക്